ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രണ്ട് ആഴ്ചക്കുള്ളിൽ നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിലൊരു കോൺട്രവേഴ്സിയിൽ കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇതിവർ അറിഞ്ഞുകൊണ്ട് കയറിയതല്ല, ഇവരിങ്ങനെ സൈലൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാമിലി ഇഷ്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഏകദേശം ഒരു മാസം ഓടി കളിച്ചുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം അവർ ഓണപരിപാടികളും പ്രൊമോഷനുകളൊക്കെ ആയിട്ടുള്ള റീലുകളൊക്കെ ആയിട്ട് സൈലൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയൊരു കോൺട്രവേഴ്സി വന്നത്. അഹാനയ്ക്ക് ഒരു സാരിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ എല്ലാവരുടെയും കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഓരോരോ സിസ്റ്റേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ട കൈൻഡ് ഓഫ് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ബൊട്ടീക്കായിട്ടാണ് അവരതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗുഡ്. ഓക്കെ, അത് ഒരു 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 ഫാമിലി തന്നെ ഫുള്ളായിട്ട് ബ്രാൻഡ് ചെയ്തിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അഹാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അഹാനയുടെ കൈൻഡ് ഓഫ് കളക്ഷൻസ് കാണാം, അങ്ങനെ പല സംഭവം കാണാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അഹാൻ ഒരു റീലിൽ വരികയും ആ റീലിലുള്ള ഫോട്ടോസ് ഞാനിപ്പോൾ എടുത്ത് വയ്ക്കാം. റീല് മുഴുവനായിട്ട് കുത്തിക്കയറ്റി വെച്ച് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. ആ റീല് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാം, ഞാൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ആ റീലിലുള്ള ഫോട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഒരു സാരിയാണ്. ഇതേ സെയിം സാരി വേറൊരാൾ ഇട്ടിരിക്കുക. ഇതിനിപ്പോൾ എത്രയോ 7,500 8,000 അങ്ങനെ എന്തോ റേഞ്ചാണ്. അപ്പോൾ വേറെ സാരി ഓൺലൈനിൽ വേറൊരാൾ ഇട്ടിരിക്കുക. ആ റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആ റീല് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ ഗൈസ്, നോക്കുകയാണെങ്കിൽ ഇത് അഹാനയുടെ മറ്റേ ഈ സാരിയാണ്, ഇപ്പൊ ഫോട്ടോ കണ്ട സാരി. സോ ഇത് സിയ ബൈ അഹാദിഷിക്കയുടെ വിവാദമായ സാരി. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഇറ്റ്സ് കോൾഡ് റുക്മിണി. എനിക്ക് സാരി ഇഷ്ടപ്പെടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ആൻഡ് ഐ വിൽ ടെൽ യു വൈ. ഫസ്റ്റ്ലി ഇറ്റ്സ് ദ കളർ. ഇറ്റ്സ് എ വെരി ക്യൂട്ട് ക്രീം ഓർഗൻസ. ഒരു പാൽപായസത്തിന്റെ ഒക്കെ പോലത്തെ ഒരു കളറ്. പിന്നെ ദിസ് ലവ്ലി ഫ്ലോറൽ എംബ്രോയിഡറി ഓവർ ഹിയർ ആൻഡ് താഴെ ഇങ്ങനെ ഫ്ലോറൽ പാച്ചസ് ഉണ്ട്. ആൻഡ് ദെൻ ദർ ഇസ് കസവ് ഓൾസോ. അപ്പോ ഐ തിങ്ക് ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ ഓണം സാരി പോലെ അല്ല ഇരിക്കുന്നത്, പക്ഷെ എന്നാ ഒരു ഓണം വൈബ് നല്ല പോലെയാണ്. ദിസ് ഇസ് റുക്മിണി ആൻഡ് ഇഫ് യു ലൈക്ക് ദ സാരി യു കൻ ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക്. വളരെ ലിമിറ്റഡ് പീസസ് ഉള്ളൂ. എനിക്ക് ഇനി 3-4 സാരീസേ ബാക്കിയുള്ളൂ. ബിക്കോസ് എവരിതിങ് ഇസ് ലൈക്ക് സോൾഡ് ഔട്ട് ലൈക്ക് ദാറ്റ്. സോ ഗൈസ്, ഇതാണ് ആ വിവാദ സാരി. ഇതേ സാരി വേറൊരു ഇൻഫ്ലുവൻസർ ഇതേ സമയത്ത് ഓണത്തിൻ്റെ ഇതിൽ റീലാക്കിയിട്ടിരിക്കുക. ആ റീൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അത് എത്ര പ്രൈസൊക്കെയാണ് വിറ്റിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവര് ജസ്റ്റ് ഞാൻ അതിന് സ്ക്രീൻഷോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സാരിക്ക് ഇവര് പ്രത്യേകം പേര് കൊടുത്തേക്ക് ഇതില എന്നും പറഞ്ഞുകൊണ്ടുള്ളത്. ഇതാണ് മറ്റേ സാരി. ഓക്കെ, വേറെ ഇത് നോക്കാവുന്നതാണ്. സാരിന്റെ ബ്ലൗസ് മാറിക്കണമെന്നല്ല, വിൽക്കുന്ന എത്ര ഉറുപ്പ്യക്കാണെന്ന് അറിയാം. 4,800 ഉറുപ്പ്യക്ക് എങ്ങനെ ഇരിക്കാണ്. പക്ഷെ ഇവര് 4,000. ഈ സാരിയുടെ ഇവരിട്ടിരിക്കുന്ന വില 4,800, അഹാന ഇട്ടിരിക്കുന്ന വില 7,500. സി ടോട്ടൽ ഡിഫറൻസ് 2,500 സംതിങ് ഉണ്ട്. സി ദിസ് ഈസ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് ഗൈസ്. ഇതേ സാരി ഇവർക്കെല്ലാം ഒരു മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും ഇവരെല്ലാവരും. അത് എത്ര പൈസയ്ക്ക് വാങ്ങിച്ചതായിരിക്കും. സി ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അത് 1,000-നും കിട്ടും. ഞാനിപ്പോൾ ഒരു 1000 സാരി എടുക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു 1,000-ന് കിട്ടും. 500 സാരി എടുക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു 2,000-നായിരിക്കും കിട്ടുക. ഇതൊക്കെ ഓരോ ആൾക്കാർ വാങ്ങുന്ന അനുസരിച്ചിരിക്കും. ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിലെ കാര്യമായതുകൊണ്ട് ഓരോ ആൾക്കാരുടെ പോപ്പുലാരിറ്റി അനുസരിച്ച് അവർക്ക് റേറ്റ് കൂട്ടാം. ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഒരു തന്ത്രം മാത്രം. ഇപ്പോൾ അഹാന ഒരിക്കലും 5,000 രൂപയ്ക്ക് കൊടുക്കണമെന്നില്ല. അഹാന അതിന് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അതിന് പേരിട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, ആ റീലിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നുണ്ട്, കുറച്ചും കൂടി ഹയർ ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ എസ്തെറ്റിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇതാവുന്നുണ്ട്. അതുകൊണ്ട് ഇത് പറ്റിക്കൽ അങ്ങനെ ഇങ്ങനെ എന്നുള്ളൊരു ഇതൊന്നും ആയിട്ട് നമുക്കങ്ങനെ ടാഗ് ചെയ്ത് പറയാൻ പറ്റില്ല. ഒരു തരത്തിലുള്ള പറ്റിക്കലും ഉണ്ട് എന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. ഇതെല്ലാം ബിസിനസ്സിൻ്റെ ഓരോ തന്ത്രങ്ങൾ. അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ കൊണ്ടുവരുന്ന രീതി അല്ലെങ്കിൽ അവരെ കടയിൽ വെച്ചിരിക്കുന്ന രീതി അങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്ക് ഈ റേറ്റിനായിരിക്കും വെക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അത് നിങ്ങൾക്ക് 4,800 വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 4,800 വാങ്ങാൻ സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും. സി ആഫ്റ്റർ ഓൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇപ്പോൾ നമ്മൾ പല ബ്രാൻഡിൻ്റെയും ജീൻസും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. എക്സ്പെൻസീവ് ബ്രാൻഡായിട്ടുള്ള ചില ബ്രാൻഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഡീസലോ അല്ലെങ്കിൽ ഇപ്പോൾ അതിനും താഴെയാണെങ്കിൽ കാൽവിൻ ക്ലൈനോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 6,000, ഡീസലാണെങ്കിൽ 10,000 ജീൻസ്. സി ഇതേ ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് 2,000 രൂപയ്ക്കും കിട്ടുമായിരിക്കാം.
പക്ഷേ ബ്രാൻഡിങ് ഉണ്ടാവില്ല. ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ ചിലപ്പോൾ ഒന്നായിരിക്കും. ഓരോന്നിൻ്റെയും പോപ്പുലാരിറ്റി, ഓരോ ബ്രാൻഡിങ്ങും ഓരോ സംഭവങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ്. പിന്നെ അവരുടെ എന്തെങ്കിലും സിഗ്നേച്ചർ, അവരുടെ ഷോറൂം എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ സംഭവങ്ങൾക്കൊക്കെ ഫാക്ടേഴ്സായിട്ട് നിൽക്കും. അപ്പോൾ ഇത് ഒരു അനാവശ്യമായിട്ടുള്ളൊരു കോൺട്രവേഴ്സിയാണ്. ഇതിൽ യാതൊരുവിധ വിവാദമൊന്നും ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അത്രയും ഫ്രീലി മറ്റുള്ള സാരി വേറെ ആൾക്കാരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പോയിട്ട് വാങ്ങാം. നിങ്ങളെന്തിനാ അഹാനയുടെ ഇത് പൈസ കൂടിയ സാധനം വാങ്ങുന്നത്? അഹാന കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ കുറച്ചും കൂടിയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം. അതായത് മറ്റുള്ളവരുടെ കയ്യിൽ ഈസിലി എത്താത്ത കാര്യങ്ങളായിരിക്കണം അഹാന കുറച്ചും കൂടിയും കൊണ്ടുപോയിട്ട് വെക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ അഹാനയ്ക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സംഭവം. ഇതൊരു വലിയ കോൺട്രവേഴ്സിയൽ സംഭവങ്ങളൊന്നും ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറേ ആൾക്കാർ ഇതിനെ കൊണ്ട് അടുത്ത് സംസാരിക്കേണ്ട, അവർ പറ്റിക്കുന്നതാണ്, ഫ്രോഡ് പരിപാടി, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം ബിസിനസ്സിൻ്റെ ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അത് ചിലപ്പം വിജയിക്കാം, വിജയിക്കാണ്ടിരിക്കാം. നിങ്ങൾക്കത് വിജയിപ്പിക്കാം, വിജയിപ്പിക്കാണ്ടിരിക്കാം. അങ്ങനെ പലവിധ കാര്യങ്ങളും നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം.